നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ഔഷധ ഗുണമുള്ള വാക്കിൻ്റെയും നോക്കിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാരണം കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 2-3 ദിവസം ഹോസ്പിറ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വൈറൽ ഫീവർ ആയിരുന്നു, കഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന നേഴ്സുമാരിൽ 2 വിഭാഗം നേഴ്സുമാരുണ്ടായിരുന്നു. ചില നേഴ്സുമാർ വളരെയധികം സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരും വളരെ കരുണയോടുകൂടി പെരുമാറുന്നവരും വളരെ അറ്റാച്ച്മെൻ്റായിട്ട് അസുഖത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും അത് മാറും എന്നുള്ള രീതിയിലുമൊക്കെ വളരെ അറ്റാച്ച്മെൻ്റായിട്ട് പെരുമാറുന്ന നേഴ്സുമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഫോർമലായിട്ട് എൻ്റെ ഡ്യൂട്ടി ഇതാണ്, അത് കഴിഞ്ഞു, അത് പോയി എന്നുള്ള രീതിയിൽ പെരുമാറുന്ന നേഴ്സുമാരും അറ്റൻഡർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സാന്ത്വനമായിട്ട് തോന്നിയത് വളരെയധികം അറ്റാച്ച്മെൻ്റായിട്ട് പെരുമാറിയ നേഴ്സുമാരോടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഡിസ്ചാർജ് ആവുന്നവരെ കുട്ടി വന്നാൽ മതി എന്നൊക്കെ നേഴ്സുമാരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ മാത്രം ഒരു മാനസികാവസ്ഥയല്ല. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഡോക്ടറും അവിടുത്തെ നേഴ്സുമാരും എല്ലാവരും തന്നെ വളരെയധികം അറ്റാച്ച്മെൻറ്റോടുകൂടി പെരുമാറുകയും അസുഖത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും വളരെ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയും ഒരു നോട്ടത്തിൽ കൂടി പോലും വളരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു രീതിയിൽ ഭാഷ കൈമാറുകയും ചെയ്യുന്ന ആളുകൾ വളരെയധികം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് തോന്നിപ്പോയി. കാരണം ഈ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കയറ്റുന്ന ഇഞ്ചക്ഷനേക്കാൾ കൂടുതൽ അവർക്ക് ആശ്വാസമായിരിക്കുക വളരെയധികം സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളും കരുണയുള്ള നോട്ടങ്ങളുമായിരിക്കും എന്നെനിക്ക് തോന്നിപ്പോയി. ഇതിപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മാത്രമല്ല, സാന്ത്വനം അർഹിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും നമുക്കെല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഔഷധ ഗുണത്തോളം പ്രാധാന്യമുള്ള വാക്കും നോക്കും എന്നെനിക്ക് തോന്നിപ്പോയി. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരോടും സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭദിനം.